ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദില, നൂറ, അതേപോലെ തന്നെ ഷാരിക, റെന ഫാത്തിമ, ശൈത്യ ഇവരിരുന്ന് സംസാരിക്കുകയാണ്. അനുമോളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദില പറയുന്നുണ്ട്, ഇന്നലെ അവൾ പറഞ്ഞിരുന്ന് നടക്കുകയാണ്, അവളിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല വന്നത്. അങ്ങനെ ഇതോടെ പട്ട ഗേൾസ് അവസാനിച്ചിരിക്കുകയാണെന്ന് ശൈത്യ പറയുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, അനീഷേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ഞങ്ങളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാൻ വന്നത്. അതുവരെ അവൾ ഞങ്ങളോട് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കുളിച്ച് വരുന്ന സമയത്താണ് അനുമോൾ എന്നെ വന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ പോയി, ഞങ്ങൾ മൈജി കോർണറിൽ പോയിരുന്ന് സംസാരിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അനീഷേട്ടനെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഷോക്കായിരുന്നു. അപ്പോൾ റെന ഫാത്തിമ പറയുന്നുണ്ട്, അതാണ് അവൾക്ക് സംസാരിക്കാൻ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ സംസാരിക്കും. അപ്പോഴല്ലേ അത് കണ്ടൻറ്റായി പുറത്ത് പോവുള്ളൂ. പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒറ്റയ്ക്ക് നടന്ന് ക്യാമറയിൽ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് പോകില്ല എന്ന് അവൾക്കറിയാമെന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എടി നീ അനീഷേട്ടനെ ഇഷ്ടമല്ല എന്ന് പോയി തിരിച്ച് പറഞ്ഞേക്ക്, ഒരു ബ്രദറായിട്ടാണ് കാണുന്നതെന്ന് ഞങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറയാണ് അനീഷേട്ടന് ആർമീനെ പേടിയാണ്, ആർമി എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയാണ് അവൾ അറിഞ്ഞതെന്ന് റെന ഫാത്തിമ ചോദിക്കുന്നുണ്ട്. അതിവിടെ ഫാമിലി വന്ന സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ റെന ഫാത്തിമേനോട് നൂറയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ ഞാൻ അനുമോളോട് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഷാരികയാണ് പറയുന്നത്, നീ ആദിലയും നൂറയും ശൈത്യനോടൊന്നും ഒരിക്കലും മിണ്ടില്ല, ജീവിതത്തിൽ ഇനി അവരോട് മിണ്ടാനേ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, എനിക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല, ഞാൻ അവരെ അത്രയും ഫ്രണ്ട്സായിട്ടാണ് കരുതിയത്, എന്നിട്ട് അവർ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് ഷാരിക പറയുന്നുണ്ട്. ഇന്നലെ തന്നെ ബിൻസി അനുമോളും തമ്മിലുള്ള പ്രശ്നം പുറത്ത് അനുമോൾക്ക് സപ്പോർട്ടും ബിൻസിക്ക് നെഗറ്റീവുമായിട്ട് പോയിട്ടുണ്ടാവും, നിങ്ങൾ തന്നെ പോകുമ്പോൾ നോക്കിക്കോന്ന്. അപ്പോൾ ആദില പറയേണ്ടത്, ഇപ്പം ഞാനായിരിക്കും കട്ടപ്പ പാർട്ട് 2 അതെന്തായാലും സംശയമുണ്ടോ, നീയും നൂറയും തന്നെയാണ്. നൂറയ്ക്ക് കുഴപ്പമുണ്ടാവില്ല, എനിക്കായിരിക്കും കുഴപ്പമെന്ന് ആദില പറയുന്നുണ്ട്. ശൈത്യ വന്നതോടെയാണ് പട്ട ഗേൾസിനെ പിരിച്ചത് എന്നൊക്കെ പറഞ്ഞോളും, ശൈത്യൻ്റെ കുതന്ത്രങ്ങളാണെന്നൊക്കെ പറയുന്നു റെന ഫാത്തിമ പറയുന്നുണ്ട്. ആ സമയത്ത് ആദില പറയുന്നുണ്ട്, അനീഷേട്ടൻ്റെ കാര്യം ഞങ്ങളോട് പറയാൻ വന്ന ആ വൈകുന്നേരം ഞങ്ങൾ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഈ അനീഷേട്ടൻ്റെ കാര്യം വന്നതുകൊണ്ടല്ലേ നീ ഞങ്ങളോട് മിണ്ടിയത്, അല്ലെങ്കിൽ നീ ഞങ്ങളോട് മിണ്ടില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ അവളുടെ വായിന്ന് അറിയാതെ തന്നെ അതേന്ന് തന്നെ വന്നുപോയി. അപ്പം ഞങ്ങൾ നിനക്ക് ആവശ്യമില്ല, ഇപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമല്ലേ നീ ഞങ്ങളെ യൂസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്ന് തന്നെയാണ് അവൾ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് റെന ഫാത്തിമ ചോദിക്കുന്നുണ്ട്. അതേന്നുള്ള കാര്യം അവളുടെ വായിൽ നിന്ന് അറിയാതെ വന്നു പോയതാണെന്ന് നൂറ പറയുന്നുണ്ട്.